പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കുട്ടിക്ക് അനസ്തേഷ്യ അനിവാര്യമായിരുന്നുവെന്നാണ് പ്രതിയുടെ വാദം. സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഇത് മാതാപിതാക്കളുടെ ശക്തമായ വാദമുണ്ട് ഈ വിഷയത്തിൽ. ഡോക്ടറുടെ അനാസ്ഥയാണ് എന്നുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും നൽകി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. പുറമെ ജില്ലാ മെഡിക്കൽ ഓഫീസർ രൂപീകരിച്ച മെഡിക്കൽ ബോർഡും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന വിലയിരുത്തലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. മെഡിക്കൽ ബോർഡിലെ 5-ൽ 3 പേരും ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കേസിലെ നടപടികൾ മെല്ലെ ഉൾപ്പെടെ കുട്ടിയുടെ കുടുംബത്തിന് കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ട് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേസ് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ചികിത്സിച്ച മറ്റ് ഡോക്ടർമാരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യം കൂടി നിലവിൽ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.